അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ ഫൈനൽ ടോപ്പിക് ആയിട്ടുള്ള ലൈഫ് ലെസൺ, വീക്ക് 5 ലൈഫ് ലെസണാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ലാ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആർട്ട് ഓഫ് കൺവേഴ്സേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ബട്ട് നമ്മൾ ഏറ്റവും കോൺഷ്യസ് ആയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ക്യാൻ ഐ ടോക്ക് ബാഡ് അബൌട്ട് അതേഴ്സ്? നമുക്ക് മറ്റാളുകളെ കുറിച്ചിട്ട് എന്താണ് ആരും കേൾക്കാണ്ട് അല്ലെങ്കിൽ അയാൾ കേൾക്കാണ്ട് അയാളുടെ ബാക്കിൽ നമുക്ക് അയാളെക്കുറിച്ച് ബാഡ് സംസാരിക്കാൻ പറ്റുമോ? നോ അല്ലേ. നമുക്ക് അങ്ങനെ ഇസ്ലാമിൽ സംസാരിക്കാൻ പറ്റില്ല. ഇസ്ലാമിൽ ടോക്കിംഗ് ബാഡിന് ബാക്കിൽ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ബാഡായിട്ട് സംസാരിക്കുന്നത് നമ്മൾ എന്താ പറയുക? ഗീബ എന്ന് പറയും. എന്താ പറയുക? ഗീബ. നിങ്ങൾ ഗീബത്ത് നമീമത്ത് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിൽ ടോക്കിംഗ് ബാഡിന് നമ്മൾ എന്താ പറയുക? അല്ലെങ്കിൽ ബാക്ക് ബൈറ്റിങ്ങിന് എന്താ പറയുക? ഗീബ. ഓക്കെ. അപ്പോൾ നമ്മൾ ആരുടെയും ബാക്കിൽ സംസാരിക്കരുത്. അല്ലാഹു ഭയങ്കര വലിയ ശിക്ഷയാണ് അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഗീബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളില്ലാത്ത സമയത്ത് അയാളെ കുറിച്ചിട്ട് ബാഡായിട്ട് പറയാം. ചിലപ്പോൾ അയാളുടെ ഫാമിലിനെ കുറിച്ചിട്ട് അയാളെ കാണാൻ എന്താ ഫാമിലി ഒന്നിനും പറ്റാത്ത ഫാമിലി ഉണ്ടല്ലോ, അയാളെ കാണാൻ ഒരു ഭംഗിയില്ല, അല്ലെങ്കിൽ അയാളുടെ മക്കൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളുടെ ഉപ്പ അങ്ങനെയാണ്, ഉമ്മ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ ഗീബത്താണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ഓൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഓൻ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ എന്താണ്? അതൊക്കെ ബാക്ക് ബൈറ്റിംഗ് ആണ്. ഈവൻ അത് ട്രൂ ആണെങ്കിൽ പോലും ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് എന്താ ഭയങ്കര ബാഡായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടാകും, അത് ട്രൂ ആണെങ്കിൽ പോലും നമ്മൾ വെറുതെ നമ്മളുടെ ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് നടക്കാൻ പാടില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് നീഡ്, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷെയ്ത്താന് ഭയങ്കര ഹാപ്പി ആകും അല്ലേ. ലെഫ്റ്റ് സൈഡിലുള്ള ഏഞ്ചൽ നമ്മളുടെ ബുക്കിൽ എഴുതാൻ തുടങ്ങും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറിൻ്റെ എന്താണ് സ്കിന്ന് കടിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെയാണ് അതിലും വേഴ്സ്റ്റാണ് എന്ത്? ഈ ഒരു ഗീബ പറയാന്ന് പറഞ്ഞാൽ. ഓക്കെ. ഗീബ or backbiting is what it is basically to talk about Muslim fellow in such a manner that he or she would dislike it if told about it. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിചാരിക്കും എന്ത് പ്രശ്നം, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ എന്ന് വിചാരിക്കുകയാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ആ ആൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും അത് ഇഷ്ടാവില്ല. അങ്ങനത്തെ എല്ലാ കാര്യം എന്താണ്? ഗീബത്താണ്. ഓക്കെ. അതായത് ഫിസിക്കൽ ഡിഫക്റ്റ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മാനർ ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, ഈമാനെ കുറിച്ച് ആയിക്കോട്ടെ, ഈവൻ ക്ലോത്ത്സ്, വീട്, ട്രാൻസ്പോർട്ട്, എന്തായിക്കോട്ടെ, അതൊക്കെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊക്കെ ഗീബത്താണ്. ഓക്കെ. അതേപോലെ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, സേവ് യുവർ സെൽസ് ഫ്രം ബാക്ക് ബൈറ്റിംഗ്. ബാക്ക് ബൈറ്റിംഗിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെയിനായിട്ട് ഡു നോട്ട് സേ എനിത്തിങ് ബാഡ് അബൌട്ട് എനി പേഴ്സൺ. ആരെക്കുറിച്ചും ഒന്നും തന്നെ നമ്മൾ ബാഡായിട്ട് പറയരുത്. പ്ലസ് അത് മാത്രമല്ല, ഇനി ഒരാൾ വേറെ ആളെ കുറിച്ച് ഇങ്ങനെ ബാഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ബാക്ക് ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു നോട്ട് ലിസൺ ടു ദം. നമ്മളവിടുന്ന് മാറിപ്പോകണം. ഇനി ഇഫ് യു സേ എനിത്തിങ് ബാഡ് അബൌട്ട് എനി പേഴ്സൺ ആൻഡ് ദേ കെയിം ടു നോ അബൌട്ട് ഇറ്റ്, അതായത് നിങ്ങൾ ഒരാളെ കുറിച്ചിട്ടൊരു ബാഡായിട്ടുള്ള കാര്യം പറഞ്ഞു, യെസ്, അവരത് കേട്ടു അല്ലെങ്കിൽ അവരത് അറിഞ്ഞു, അപ്പോൾ അവരടുത്ത് പോയിട്ട് ഫോർഗീവ്നെസ് ചോദിക്കണം. ഓക്കെ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. പിന്നെ ഫൈനലി forgive all those people who said bad things about it. നിങ്ങളെ കുറിച്ചിട്ട് ആരെങ്കിലും എന്താണ് ഇതേപോലെ ബാഡ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് അതാണ്, നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഗീബത്ത് പറയരുത്, ബാക്ക് ബൈറ്റ് ചെയ്യരുത്. എന്നിട്ട് അല്ലാഹു പറയാണ്,
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ നിങ്ങളുടെ മരിച്ച ബ്രദറിൻ്റെ എന്താ പറയുക മീറ്റ് കഴിക്കാൻ? നിങ്ങളത് ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അതുകൊണ്ട് അതുപോലെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് അയാളില്ലാത്ത സമയത്ത് ബാക്ക് ബൈറ്റ് ചെയ്താൽ അള്ളാഹ് പറയുന്നുണ്ട് വത്തഖുല്ലാ, അള്ളാഹിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക. പക്ഷെ നിങ്ങൾ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹിൻ്റെ അടുത്ത് ഫോർഗിവ്നെസ് ചോദിക്കുക. അള്ളാഹ് വിൽ ഷുവർലി ആക്സെപ്റ്റ് യുവർ റിപ്പൻറ്റൻസ് ആൻഡ് ഹി ഈസ് ഓൾസോ ഓൾവേസ് മെർസിഫുൾ. അതാണ് നമ്മളുടെ ഗീബയിലെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി മുതൽ നമ്മൾ ആരെയും കുറിച്ച് കുറ്റം പറയില്ല. നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാം ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയരുത്. നമ്മൾക്ക് എന്തെങ്കിലും ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗീബനെ കുറിച്ച് നമ്മളെല്ലാവരും എന്താണ് പറയുക ശ്രദ്ധിക്കണം. കാരണം അത് മരിച്ച ബ്രദറിൻ്റെ എന്താ പറയുക സ്കിന്ന് കഴിക്കുന്നതിനേക്കാളും ബാഡാണ്. ഓക്കെ, അൽഹംദുലില്ലാ, അതാണ് നമ്മളുടെ ഈ വീക്കിലെ ടോപ്പിക്ക്. അപ്പോൾ ജസ്റ്റ് ക്വിക്ക് റിവ്യൂയിലൂടെ പോവാം. ഖുർആനത്തെ ചെയ്ത് നമ്മൾ നിരന്തരം എന്തൊക്കെ മനസ്സിലാക്കി? നമ്മൾ ജോഫ് ലെറ്റേഴ്സ് അല്ലേ? ഏതൊക്കെയാണ് ജോഫ് ലെറ്റേഴ്സ്? യെസ്, മദ് ലെറ്റേഴ്സ് അല്ലേ? ആ, ഓ, എ. പിന്നെ നമ്മൾ അലിഫ് സഗീറ, വാവ് സഗീറ, യാ സഗീറ ഒക്കെ പഠിച്ചു. ഓക്കെ, പിന്നെ സീറയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇയർ ഓഫ് എലഫൻറ്റ്. എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകുന്ന സ്റ്റോറിയാണ് ഇയർ ഓഫ് എലഫൻറ്റ്. ആൻഡ് നമ്മൾ എന്തോ ഒരു ദുആ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദുആ എന്താണ്? ഇറ്റ് ഈസ് യെസ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്ന. പിന്നെ ഫിഖിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലാബറേറ്റ് ആയിട്ട് പഠിച്ചു അല്ലേ? വുദു വുദുവിന് ശേഷമുള്ള ദുആയും ഒരുപാട് കാര്യം നമ്മൾ പഠിച്ചു. ആൻഡ് ഫൈനലി ഈമാനിൽ നമ്മൾ എന്താ പഠിച്ചത്? തൗഹീദുൽ ഉലൂഹിയ അല്ലേ? തൗഹീദുൽ റുബൂബിയ പഠിച്ചു, തൗഹീദുൽ ഉലൂഹിയ. ആൻഡ് ഫൈനലി നമ്മൾ ഗീബത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ? നമ്മൾ ആരെക്കുറിച്ചും ബാക്ക് ബൈറ്റ് ചെയ്യരുത്, ആരെക്കുറിച്ചും ബാഡായിട്ട് ടോക്ക് ചെയ്യരുത്. നമ്മളെപ്പോഴും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം സംസാരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ നമ്മൾ അൽഹംദുലില്ലാ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും ലൈഫിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.